കാൽമുട്ട് തേയ്മാനം അഥവാ ബോൺ ഓൺ ബോൺ റബ്ബിങ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോസ്റ്റോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ പല പേരിലും അറിയപ്പെടും. ഒന്നുമില്ല, രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ഭയങ്കര മുട്ടുവേന. ഒന്നുമില്ല, സംഭവിച്ചത്രേ ഉള്ളൂ. മസിൽസൊക്കെ ഒന്ന് വീക്കായി ഓവർ ദി പീരീഡ് ഓഫ് ടൈം. എല്ലുകൾ തമ്മിൽ അടുത്തു, കാർട്ടിലേജ് തമ്മിൽ ഉരഞ്ഞു തുടങ്ങി. ഉരഞ്ഞതിനെ വീണ്ടും വീണ്ടും ഉരയുമ്പോൾ ആണ് നമുക്ക് പെയിൻ വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഓപ്പറേഷൻ മാത്രമൊന്നുമല്ല. ഓപ്പറേഷൻ ഒരു എൻഡ് ഓപ്ഷനാണ്. പക്ഷേ അതിന് മുന്നേ നമുക്ക് തന്നെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതുണ്ട്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത്, ഒന്ന്, എന്തുകൊണ്ട് ഈ തേയ്മാനം നമുക്ക് വന്നു? നമ്മൾ ഉപയോഗിച്ച രീതിയിലുള്ള തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. രണ്ട്, മസിൽസ് വീക്കായതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കറക്ഷൻ. എപ്പോഴും നമ്മൾ പറയുക, ആദ്യം നമ്മുടെ ബോഡി വെയ്റ്റ്. ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് പ്രത്യേകം പറയാറുണ്ട്, ഞാൻ ആരോടും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനൊന്നും പറയാറില്ല. ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറയും. അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. ആ ഉള്ളത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസ് ചെയ്ത് ക്വാഡ്രിസെപ്സ് മസിൽസിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം, എക്സസൈസ് ഒക്കെ തുടങ്ങി ഒന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞാൽ അവർക്ക് ഓക്കെ ആയിരിക്കും. ആ സമയത്ത് വെയിറ്റ് കൂടാതെ നോക്കിയാൽ മതി. ഒരു ശരാശരി വ്യക്തി 1 കിലോ ബോഡി വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുട്ടിലേക്ക് വരുന്നത് 4 കിലോ ആയിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ബേസിക്കലി നമ്മൾ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക, ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാൻ നോക്കുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ കുറേ പെയിനൊക്കെ നമുക്ക് തുടക്കത്തിലേ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഡെഫിനറ്റായിട്ട് നമ്മളൊരു ഓർത്തോപെഡിഷനെ കാണണം. എന്നിട്ട് ഇത് തന്നെയല്ലേ റീസൺ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ആണെങ്കിൽ നമ്മൾ 100% നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തടയാൻ പറ്റും, തുടക്കത്തിലേ നമ്മളതിന് വേണ്ട കെയർ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാതെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക, നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ആ റൂട്ടിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരിക്കും, അത് കറക്റ്റായിട്ട് നല്ലൊരു റൂട്ടിലേക്ക് കൊണ്ടുവരാം.